ഞങ്ങളുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ച് ഊബർ വിളിച്ചിട്ടുണ്ട്. വലിയ വണ്ടിയാണ് വേണ്ടത്, പക്ഷെ കിട്ടിയില്ല. സോ 2 വണ്ടിയിൽ പോകാനുള്ള പരിപാടിയാണ്. ബിക്കോസ് ടൈം ഓൾറെഡി ആയി. കയറട്ടെ, പോട്ടെ. ഞങ്ങള് 2 കാറിലേക്ക് ആയിട്ടാണ് പോണത്. ജാക്കറ്റൊന്നുമില്ല, ജാക്കറ്റൊക്കെ ബാഗിലാണ്. ഒരു കാർ ഇതേ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ എന്താണെന്നുള്ളത്. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് നേരെ ദമാമിലേക്ക് പോകുന്ന ഒരു ട്രാവൽ വ്ളോഗാണ്. കുറച്ച് സങ്കടവും എന്നാൽ കുറച്ച് എക്സൈറ്റഡും ഒക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അങ്ങനെ ഞങ്ങൾ ഓൺ ടൈമിലെത്തി. കുറച്ച് ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ ലഗേജ് അയക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു നമ്മളെ ഫ്ലൈറ്റ്. അതിനൊരു വലിയൊരു കഥയുണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം എന്താണെന്നുള്ളത്. എവിടെ പോയാലും നമുക്കൊന്ന് സെൽഫിയും വീഡിയോ ഒക്കെ എടുക്കണമല്ലോ, അത് കാരണം ടോയ്ലറ്റ് ഞാൻ വിടില്ല. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ അയച്ച് ഹാപ്പിയായി. ഞങ്ങൾ നേരെ ഇനി വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോവാണ്. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് ടൈം കളയണം. തീരെ ലെഗ് സ്പേസ് ഇല്ലാത്ത ഒരു ഫ്ലൈറ്റാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. കാല് ബഡ്ജറ്റ് എയർലൈൻ ആയതുകൊണ്ടായിരിക്കും കാല് അവിടെ മുട്ടിയിട്ട്. എൻ്റെ പോലെ ഹൈറ്റുള്ളവർക്ക് തന്നെ പറ്റില്ല, അപ്പോൾ കുറച്ച് ഹൈറ്റുള്ളവർക്ക് പണി പാടും. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. 1/2 hour ഡിലേ ആണ് ഫ്ലൈറ്റ്. അപ്പോഴേക്കും എന്തോ പ്രശ്നങ്ങൾ തോന്നിയിരുന്നു, പക്ഷേ കുറേ കഥയുണ്ട്.
അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ബെൽറ്റൊക്കെ ഊരിയിടാൻ അവർ പറഞ്ഞു. അനൗൺസ്മെൻറ്റൊക്കെ വന്നു. അപ്പം ഞാൻ ഓർത്തൊന്ന് നീണ്ട ഉറക്കം ഉറങ്ങി എണീക്കുമ്പോഴേക്കും സ്ഥലത്തും. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഫിലിമൊക്കെ കണ്ട് കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ച് കഴിഞ്ഞിട്ട് എണീച്ചിട്ടൊരു ഫിലിമൊക്കെ കണ്ട്. അഡ്വഞ്ചർ ബിഗിൻസ്. ഇതുവരെയും എല്ലാം ശുഭമായിരുന്നു, എല്ലാം ഹാപ്പി നൈസായിട്ട് പോയി. പിന്നീടാണ് ആ ഒരു സംഭവം ഞെട്ടിക്കുന്ന വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. അത് ഞാൻ ഇപ്പോൾ പറയാം. അങ്ങനെ ലഗേജ് കളക്ട് ചെയ്യുന്ന സ്ഥലത്തെത്തി. ഫസ്റ്റ് ട്രോളി ഒരുപാട് സമയമൊന്നും എടുക്കാണ്ട് പെട്ടെന്ന് വന്നു. രണ്ടാമത്തെ ട്രോളി മൂന്നാമത്തെ ട്രോളി ഒന്നും വരണില്ല. ആൾക്കാരൊക്കെ പരക്കം ഞങ്ങളോട് നോക്കുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലായത് അവർ ബാക്കിയുള്ള 2 ട്രോളിയും അവിടെ ലെഫ്റ്റ് ചെയ്ത് ബാക്കിയുള്ള 90-95% ആൾക്കാരുടെ ട്രോളിയും അവിടെ ഇട്ടിട്ടാണ് വന്നത്. ഇപ്പം മനസ്സിലായി. എന്നിട്ട് പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു എപ്പോഴാണ് കിട്ടുന്ന ഒരു ഐഡിയ ഇല്ല. ഞങ്ങളാകെ ഹൃദയം തകർന്നു പോയി. ഇനി എന്താ ചെയ്യണമെന്ന് ഓർത്തിട്ട്. പെട്ടിയാ കിട്ടിയില്ല, ഫുഡെങ്കിലും കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവിടെ ഫസ്റ്റ് തന്നെ ആൽബിക്ക് കയറി. പക്ഷെ അവിടെ നഗറ്റ്സ് മാത്രമുള്ള കാരണം ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. ഞങ്ങൾ സബ്വേയിൽ നോക്കിയപ്പോൾ കൊള്ളാം. അപ്പോൾ അവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ സെലക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ആ ചേട്ടൻ നമുക്കുള്ള സബ്വേൻ്റെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. Myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ ഒരേ ഒരു ട്രോളിയും കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു നല്ലൊരു ക്ലൈമറ്റ്, ഒരു ചൂടുമില്ല തണുപ്പില്ല, ഒരു നല്ല കാലാവസ്ഥ. അപ്പോൾ അവിടെ മഴ പെയ്തിട്ട് ഇങ്ങനെ മാനമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ടാക്സി വിളിച്ചിട്ട് ഊബറിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോണത്. അങ്ങനെ ഞങ്ങൾ ടാക്സി കയറി. احنا نطلع على طريق بحدريه ما يطلع على طريق الملك فهد. طريق الملك فهد معلوم كله سكر. അങ്ങനെ ഞങ്ങൾക്ക് അറിയണ അറബിയൊക്കെ തിരിച്ചു പറഞ്ഞ് വലിയ അറബി അറിയണ ആളെ പോലെ മുന്നേ ഫ്രണ്ടിലിരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അയാളെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്പൾബർ എന്നാണ് ആ ഡ്രൈവറിൻ്റെ പേര്. പുറത്തിറങ്ങിയപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ വേണ്ടി അത്രയും വെള്ളവും മൊത്തത്തിൽ ഫുൾ വെള്ളമായിരുന്നു. ഞങ്ങൾ വന്നതിൻ്റെ തലേ ദിവസം വരെ അവിടെ നല്ല മഴയായിരുന്നു എന്നാണ് ആ ഡ്രൈവർ പറഞ്ഞതിൽ മനസ്സിലായത്. കുറച്ചൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കിയതാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു വെളിച്ചവും സണ്ണിച്ചേട്ടൻ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു ബ്രൈറ്റായി. ആരും മൂടിക്കെട്ടിയ കാലാവസ്ഥയിൽ നിന്ന് ഒരു ഇത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല അടിപൊളി ഫീലായിരുന്നു. ആകെ ബാഗ് മിസ്സായിപ്പോയി എൻ്റെ ഒരു സങ്കടം മാത്രം മനസ്സിലുണ്ടായിരുന്നു. സാരില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട സ്ഥലത്തേക്ക് പുള്ളി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. അടിപൊളി വെതർ. ആര്
ആകെ പണി പാളി മൊത്തത്തിൽ പണിയായിട്ടിരിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇജാതി ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞങ്ങള് എയർപോർട്ടിലെത്തി ഒരു ബാഗ് വന്ന് കുറേ നേരം ഇങ്ങനെ കാത്തു നിൽക്കണം. ഞങ്ങൾ 3 ട്രോളി ലഗേജിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഒരു ട്രോളി ഫസ്റ്റ് തന്നെ വന്ന്, പിന്നെ അതിട്ട് ട്രോളി വരണില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാഗേജ് കൗണ്ടറിലേക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് വിളിച്ചപ്പോൾ തന്നെ മനസ്സിലായി എന്തോ പണി പാളിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഒന്നും പറയണ്ട, ആ 2 ട്രോളി ഇനി വരണമെങ്കിൽ അടുത്ത ആഴ്ചയാണ് ഇനി ഫ്ലൈറ്റ് ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ബോംബെ വരെ കണക്റ്റഡ് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റിൽ കയറ്റി വിടുമെന്ന് പറയുന്നുണ്ട്. ഒന്നും ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ തന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യുന്ന ഒരു പിടുത്തവും ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സകല സാധനങ്ങളും ആ ട്രോളിയിലാണ്. ആകെ ഒരു ട്രോളിയാണ് കിട്ടിയിരിക്കുന്നത്, അത് മോളുടെ ട്രോളിയാണ്. ഞങ്ങളുടെ സകല സാധനങ്ങളും അതിലാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. മോളുടെ സർട്ടിഫിക്കറ്റ്സ് മുട്ടണം എല്ലാ സാധനങ്ങളും അതിലാണ്. ഇനി ആകെ പണി പാളിയിരിക്കണാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. പുറത്തിറങ്ങാൻ ഡ്രസ്സും ഇല്ല. എന്തോ ഭാഗ്യത്തിന് ഞാൻ എൻ്റെ എന്താ പറയുക ക്യാബിൻ ട്രോളിൽ എൻ്റെ 1-2 ഡ്രസ്സുകൾ ഞാൻ എടുത്ത് വെച്ചു. ആ ഡ്രസ്സ് മാത്രം എൻ്റെ ലാപ്ടോപ്പ് കവർ ചെയ്തിട്ട് വെച്ചതാണ്, വെറുതെ വെച്ചതാണ്. അത് കാരണം വീട്ടിലിടാൻ എനിക്ക് 1-2 ഡ്രസ്സ് ഉണ്ട്. ട്രോളി പോയ സങ്കടത്തിൽ റൂം കാണിക്കാൻ വേണ്ടിയില്ല. ഇതൊരു ഹോട്ടൽ അപ്പാർട്ട്മെൻ്റ് ആണ്, ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള. ഞങ്ങളുടെ വീടും ഞങ്ങളുടെ റൂമും ഒക്കെ ഇനി വീഡിയോസിൽ വരുന്നുണ്ട്. ഇനി ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ.